നമസ്കാരം. പതിരും കതിരും. ജനം ആട്ടിപ്പുറത്താക്കിയ മരവാഴകളെല്ലാം കുറച്ചുനാളെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുമെന്ന് നമ്മൾ കരുതിയത് വെറുതെയായി. വിവരദോഷികൾക്കും വിപ്ലവകാരികൾക്കും റെസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. വിശ്രമിച്ചാൽ അവർ തുരുമ്പെടുത്തെന്നിരിക്കും. അവരിപ്പോൾ ദളിത് പ്രേമവും പാവങ്ങളോടുള്ള ഉറവ പറ്റാത്ത സ്നേഹവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ വരെ അവരുടെ കണ്ണിൽ തിമിരമായിരുന്നു. ഒരു പ്രത്യേക ജാതിയെ കണ്ടാൽ റെറ്റിനയിൽ പതിയാത്ത തിമിരം. ഇപ്പോഴാ തിമിരത്തിനുള്ള കണ്ണാപ്പറേഷൻ ജനങ്ങൾ ഫ്രീ ആയി ചെയ്തു കൊടുത്തു. ഇപ്പോൾ പാവങ്ങളെ കുറേശ്ശെയായി കാണാം. മലയിടംതുരത്തിൽ കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ ഒഴിപ്പിക്കാൻ വന്നവരെയും പോലീസ് നടപടിയെയും വിമർശിച്ച് പി രാജീവ് എന്ന വിപ്ലവകാരിയുടെ വരവ് ഒന്ന് കാണണമായിരുന്നു. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ 4 അക്ഷരം പറയാനറിയാത്ത ബുദ്ധിജീവിയാണ് അദ്ദേഹം. അവിടെ കുടിയൊഴിക്കൽ ഭീഷണി നേരിടുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുഃഖം ഘനീഭവിച്ച മുഖവുമായി രാജീവ് പറയുന്നു, പാർട്ടി ഒപ്പമുണ്ട്. ഭരണത്തിലിരുന്നപ്പോൾ പാവങ്ങളോട് പാർട്ടിക്ക് അയിത്തമായിരുന്നു. പൗരപ്രമുഖർക്കൊപ്പമേ ശാപ്പാട് കഴിക്കൂ. പുതിയ സർക്കാർ അധികാരമേറ്റ ഉടനെ പോലീസിനെ കൊണ്ട് പാവങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്നുവെന്നാണ് രാജീവ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ടും ഈ ദളിത് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അവർക്ക് പകരം ഭൂമി കണ്ടെത്തി നൽകാനും രാജീവിനും പിണറായി തമ്പുരാനും കഴിഞ്ഞതേയില്ല. വിഷയത്തിലിടപെട്ട് അവർ പല മധ്യസ്ഥതകളും നോക്കി എന്ന് പറയുന്നുണ്ട്. അധികാരമേറ്റ് 2-ാം ദിവസം പാവങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന സർക്കാരിനെതിരെ മുൻ MLA ശ്രീനിജൻ വായ തുറന്നതേ ഓർമ്മയുള്ളൂ. ജനം ആ വായിൽ മണ്ണ് വാരിയിട്ട് ഓടിച്ചു കളഞ്ഞു. പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് CM വിത്ത് മീ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നാട്ടിലെ CPM നേതാക്കൾ എന്താണ് ഒരപേക്ഷ കൊടുക്കാതിരുന്നത്? പാവങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള അവസാന നമ്പറായിരുന്നു ആ പരിപാടി. പാവങ്ങളെ പോലീസ് മൃഗീയമായി തല്ലിച്ചതച്ചെന്നാണ് രാജീവ് പറയുന്നത്. തല്ലിച്ചതയ്ക്കലും തലതല്ലി തകർക്കലുമൊക്കെ കാണുമ്പോൾ രാജീവിന് വലിയ സങ്കടം തോന്നുന്നുണ്ടല്ലേ? കേരളിൻ്റെ മഞ്ഞക്കുറ്റിയിടാൻ പാവങ്ങളുടെ അടുക്കളയിൽ കയറി അടുപ്പുകല്ലിളക്കി കമ്മികളും പോലീസും ഉദ്യോഗസ്ഥരും അഴിഞ്ഞാടിയതൊന്നും രാജീവിൻ്റെ ഓർമ്മയിലേയില്ല. എത്ര പാവങ്ങളുടെ കഞ്ഞിക്കലങ്ങൾ തല്ലിപ്പൊട്ടിച്ചു. എതിർത്ത ജനങ്ങളെ തല്ലിച്ചതച്ചത് മറന്നുപോയോ? 256 ദിവസം 100 കുണുഫ കൂട്ടിത്ത എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തിയവരോട് നിങ്ങളെന്താണ് പ്രതികാരം ചെയ്തത്? അവരുടെ സമരപ്പന്തൽ പോലീസിനെ കൊണ്ട് തല്ലി തകർത്തത് ഓർക്കുന്നു. അവരെ ആക്ഷേപിച്ചതും ഓർക്കുന്നു. പതിറ്റാണ്ടുകളായി കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ട ഒരു കേസിൽ ഒടുവിൽ സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. 14 തവണ ഒഴിപ്പിക്കാൻ ചെന്നപ്പോഴും പാർട്ടിക്കാർ കാക്കിക്കാരെ കൂവി ഓടിച്ചു. ഒരു നാൾ വിധി നടപ്പിലാക്കിയേ കഴിയൂ എന്ന് അറിയാമായിരുന്നിട്ടും യാതൊരു പരിഹാരവും സർക്കാരോ പാർട്ടിയോ കണ്ടില്ല. പാവങ്ങൾക്ക് സുപ്രീം കോടതി വരെ കേസ് നടത്താൻ കഴിയാതിരുന്നത് കൊണ്ടാണത്രേ വിധി എതിരായിട്ട് വന്നത്. അച്ചോടാ, കൊലക്കേസുകളിലെ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ പാർട്ടിയും സർക്കാരും സുപ്രീം കോടതി കയറിയിറങ്ങിയത് ചില്ലറയൊന്നുമല്ല. അതിന് ഖജനാവിലെ കാശ് എത്രയാണ് എടുത്ത് മൂടിയത്? ഏതറ്റം വരെയും പോകുന്നതിന് അപ്പോൾ നിങ്ങൾക്ക് മടിയില്ല. ദളിതരുടെ കേസിൽ സുപ്രീം കോടതിയിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാതെ പോയി. മുതലെടുക്കാൻ വന്ന മുൻ MLA വിചാരിച്ചാൽ അവർക്ക് വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഫ്രീ ആയിട്ട് വാദിക്കാമായിരുന്നല്ലോ. ചാനൽ ചാവേറുകളിൽ LLB ഇല്ലാത്ത കമ്മികൾ കുറവാണ്. സന്ധ്യാസമയത്ത് വന്നിരുന്ന് ചൊറിയൻ വാചകം അടിക്കുന്ന സമയത്ത് ഈ പാവങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് കേസ് നടത്തിയില്ല? അല്ലെങ്കിൽ മിടുക്കരിൽ മിടുക്കനായി ഡബിൾ റഹീം രാജ്യസഭയിൽ പോകുന്നുണ്ടല്ലോ. ഒരു ദിവസമെങ്കിലും സുപ്രീം കോടതിയിൽ കയറി ഈ കേസ് ഒന്ന് ഫയലാക്കാമായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് സമരം ശക്തമാക്കാനാണത്രേ പദ്ധതി. വിരിച്ചിട്ട ചുവന്ന പരവതാനിയിലൂടെ നടന്ന് പിണറായി വരും. നിങ്ങളുടെ സങ്കടമെല്ലാം കേൾക്കും. സുപ്രീം കോടതിയുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. എല്ലാം കേട്ടിട്ട് സുപ്രീം കോടതിയുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. കോടതി ഉത്തരവുമായി ഒഴിപ്പിക്കാൻ വരുന്ന കമ്മീഷനോട് കടക്ക് പുറത്ത് എന്ന് പറയും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പിണറായി വിജയൻ പരിഹാരം കാണും. ഒരുപക്ഷേ നിങ്ങളുടെ തിണ്ണയിൽ പിണറായി വിജയൻ കയറി ഇരുന്നെന്നും ഇരിക്കും. അപ്പോൾ കമ്മികൾ ആർത്തുല്ലസിക്കും. കണ്ടോടാ ഞങ്ങളുടെ ക്യാപ്റ്റനെ എന്ന് പറയും. പിണറായി എല്ലാത്തിനും പരിഹാരം കാണും. 786 കോടി രൂപ കയ്യിൽ വെച്ച് ഞെരടിയിട്ട് ദുരിതബാധിതരെ ഇതുവരെ പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത പുള്ളിയാണെന്ന് ഓർക്കണം. അധികാരവും ആളകമ്പടിയും കൊട്ടാരവും നഷ്ടമായി വാടക വീട്ടിൽ പൊറുതി തുടങ്ങിയപ്പോഴാണ് പിണറായി മനുഷ്യനെ കണ്ടു തുടങ്ങിയത്. മലയിടം ദൂരത്തിൽ പുറമ്പോക്കുണ്ടെന്നാണല്ലോ രാജീവും സ്ഥലവാസികളും പറയുന്നത്. 10-30 ഏക്കറാണ് തർക്കഭൂമി. അവിടെ 4 ചങ്ങല വലിച്ച് അളന്നു തിട്ടപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പാവങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞില്ല. സർവേ ചങ്ങല കുരുങ്ങിക്കിടക്കുകയാണ്. അത് അഴിച്ചെടുക്കാൻ സമയം പിടിക്കും. പക്ഷേ കണ്ടവൻ്റെ അണ്ണാക്കിൽ മഞ്ഞക്കുറ്റിയിടാൻ എന്തൊരു സ്പീഡായിരുന്നു സഖാക്കൾക്ക്. ഇനി ഇവർക്ക് സമരങ്ങളെല്ലാം പുളകങ്ങളാണ്. അവിടെ പ്രതിഷേധ ജ്വാലകൾ ഉയരും. കനലെരിയും സമരപഥങ്ങളിലൂടെ ഇനി ഒരാൾ നടന്നു വരും.
അപ്പോൾ തീപ്പൊരി ചിതറും. പിണറായി വിജയൻ്റെ ഒറ്റയാട്ടിൽ UDF സർക്കാർ വിറയ്ക്കും. സുപ്രീം കോടതി വിധിയുടെ ബലത്തിൽ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ എന്തോ ഒരു വ്യഗ്രതയായിരുന്നു. നവോത്ഥാനം നടപ്പിലാക്കിയേ അത്താഴം കഴിക്കൂ എന്നായിരുന്നു നിർബന്ധം. സമരക്കാരെയും പ്രതിഷേധക്കാരെയും തല്ലിപ്പരട്ടാൻ ആഹ്വാനം ചെയ്തിട്ട് ക്യാബിനറ്റ് ബസ് എന്ന തളികയിലിരുന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച പിണറായി പാവങ്ങളെ കിട്ടാനില്ലാതെ ഇപ്പോൾ അലയുകയാണ്. കാരണം കേരളത്തിൽ പാവങ്ങളില്ല, ദാരിദ്ര്യമില്ല, ഭൂമിയില്ലാത്തവരില്ല, വീടില്ലാത്തവരില്ല. വീണ്ടും പിണറായി വന്നിരുന്നെങ്കിൽ പാവങ്ങളെന്ന വാക്കേ കേരളത്തിലുണ്ടാകില്ലായിരുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്തൊരു കണ്ണീരും കനിവുമാണ് പാവങ്ങളോടും ദളിതരോടും. അല്ലാത്തപ്പോൾ പ്രഭുക്കളും കോടീശ്വരന്മാരുമായ ദളിതർക്ക് പിണറായിയുടെ അരികിൽ ചെല്ലാനാകൂ. യാതൊരു രേഖയുമില്ലാതെ വല്ലവൻ്റെയും ഭൂമിയിൽ താമസിച്ചാൽ ഒരു നാൾ ഇറങ്ങേണ്ടി വരും. അത് ദളിതനായാലും നായരായാലും മേനോൻകുട്ടിയായാലും. അതാണ് ഈ നാട്ടിലെ നിയമം. AKG സെൻറ്റർ പോലും തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ചതാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. പാവങ്ങൾക്ക് വേണ്ടി പാർട്ടി കൊടിയും കൊടിക്കൂറയും പിടിച്ചൊന്ന് മുദ്രാവാക്യം വിളിച്ച് കേട്ടിട്ട് എത്ര കാലമായി സഖാക്കളെ? അപ്പോൾ നമ്മൾ തുടങ്ങുവല്ലേ?